ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. അവിടെ +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ നമ്മുടെ ഓണത്തിന് വരുന്ന 4 ചാപ്റ്റേഴ്സ് റിവ്യൂ ഓഫ് C++, അറേ, ഫംഗ്ഷൻ, വെബ് ടെക്നോളജിയാണ്. ഈ 4 ചാപ്റ്ററിൽ സെലക്ട് ചെയ്ത സം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ നല്ല സ്കോർ കിട്ടൂടാ, സെറ്റാക്കാം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് റിവ്യൂ ഓഫ് C++ത്തെ സം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, എന്താണ് വാട്ട് യു മീൻ ബൈ ടോക്കൺ ആണ്. ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോഗ്രാമിലുള്ള ഏറ്റവും ചെറിയ കണികനെ പറയുന്ന പേരാണ് ടോക്കൺ. സ്മാളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് ടോക്കൺ ആണ്. 5 ടൈപ്പ് ടോക്കൺസ് ഉണ്ട്. ആ ടോക്കൺസിനെ പഠിക്കാനുള്ള ഷോർട്ട് കട്ടാണ് പൊളിക്ക് എന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് പൊളിക്കേണ്ടത്? കീവേഡ്സ്, ഐഡന്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റേഴ്സ് ആൻഡ് പങ്ക്ച്വേറ്റേഴ്സ്. മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ റൂൾസ് ഫോർ ഫോമിങ് ഐഡന്റിഫയർ. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ വേരിയബിളിന്റെ പേര് കൊടുക്കലാണ്. വേരിയബിളിനെ പറയുന്ന പേരാണ് ഐഡന്റിഫയർ. അപ്പൊ പേര് കൊടുക്കുമ്പോൾ അതിന് സം സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ് റൂൾസ്? സ്പേസസ് ആർ നോട്ട് അലൗഡ്, സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്, സ്റ്റാർട്ടിംഗ് വിത്ത് ഡിജിറ്റ്സ് ആർ നോട്ട് അലൗഡ്, എന്നാൽ അണ്ടർസ്കോർ അലൗഡ് ആണ്, ക്യാപിറ്റൽ അലൗഡ് ആണ്, കീവേഡ്സ് ആർ നോട്ട് അലൗഡ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. യെസ്, സം സ്പേസ് ടു പോസിബിൾ അല്ല, ടു സം പോസിബിൾ അല്ല, അണ്ടർസ്കോർ ആഷ് സിമ്പിൾ പോസിബിൾ അല്ല, ഇൻഡ് കീവേഡ് ആണ് പോസിബിൾ അല്ല, എന്നാൽ അണ്ടർസ്കോർ അലൗഡ് ആണ്, ക്യാപിറ്റലും അലൗഡ് ആണ്. ഇതാണ് 6 റൂൾസ്. എന്നാ പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 3 ലിറ്ററൽസ് ആണ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ടോക്കണിന്റെ ഉള്ളിലുള്ള 5 എലമെന്റ്സിലുള്ള മൂന്നാമത്തെ എലമെന്റ് ലിറ്ററൽസ് കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് വരാത്ത സാധനങ്ങളാണ്. 4 കോൺസ്റ്റൻസ് ഉണ്ട്. ഏതൊക്കെ 4 കോൺസ്റ്റൻസ്? ഇൻഡിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, സ്ട്രിങ്. ഇൻഡിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, സ്ട്രിങ്. യെസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം ലിറ്ററൽസിൽ തന്നെ സ്ട്രിങ് ലിറ്ററലും ക്യാരക്ടർ ലിറ്ററലും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ക്യാരക്ടർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എലമെന്റ് മാത്രമുള്ള എലമെന്റിനെ പറയുന്ന പേരാണ് ക്യാരക്ടർ ലിറ്ററൽ. എന്നാൽ ഇവിടെ ഡബിൾ കോട്ട് ഇട്ട് എഴുതുന്നതിനെ പറയുന്ന പേരാണ് സ്ട്രിങ് ലിറ്ററൽസ് എന്ന് പറയും. അവിടെ തീർന്നു. നെക്സ്റ്റ് സെക്ഷൻ, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് ചോദിച്ചാൽ, ഡാറ്റ ടൈപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അല്ലെ. ഒരു ടൈപ്പിന്റെ ഡാറ്റയുടെ ടൈപ്പിനെ പറയുന്ന പേരാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയും. അപ്പം 4 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെ? 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇഞ്ച്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇഞ്ച്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. യെസ്, സെറ്റായി. ഇന്ന് നോക്കാം മറ്റൊരു ക്വസ്റ്റ്യൻ. അറേഞ്ച് ദം ബേസ്ഡ് ഓൺ ദ സൈസ് ആണ്. അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ചോദിച്ചു. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും മെമ്മറി കുറവുള്ള ആളാണ് വോയിഡ്. അതിന് 0 ബൈറ്റ് മെമ്മറിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്യാരക്ടർ ആണ്, 1 ബൈറ്റ്. അത് കഴിഞ്ഞാൽ ഇൻറ്റീജർ ആണ്, 4 ബൈറ്റ്. അത് കഴിഞ്ഞാൽ ഫ്ലോട്ട് ആണ്, അതും 4 ബൈറ്റ് ആണ്. ലാസ്റ്റ് വൺ ഈസ് ഡബിൾ ആണ്. ഡബിളിന് 8 ബൈറ്റ് ആണ്. അവിടെ സെറ്റായി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ് ആൻഡ് ക്ലാസിഫൈ സ്റ്റേറ്റ്മെന്റ്സ്. പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 5 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇനീഷ്യലൈസേഷൻ, അസൈൻമെന്റ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്. നോക്കാം. ഇതെന്താ? ഇത് വേരിയബിൾ ഉണ്ടാക്കുന്ന രീതിയാണ്. വേരിയബിൾ ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇത് വാല്യൂസ് അസൈൻ ചെയ്യലാണ്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. COUT-M അതിനെ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതേപോലെ CIN-M ഇതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? ഇനീഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ. ഇതാണ് 3 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ചോദിച്ചാൽ ഏത് രീതിയിലും സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് വൺ, ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്. ഡാറ്റ ടൈപ്പിന്റെ മോഡിഫയേഴ്സ് 4 മക്കളാണ്. ഷോർട്ട്, ലോങ്, സൈൻഡ്, അൺസൈൻഡ്. മെമ്മറി ചെറുതാക്കണമെങ്കിൽ ഷോർട്ട്, മെമ്മറി വലുതാക്കണമെങ്കിൽ ലോങ്. സൈൻഡ് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ഉണ്ടെങ്കിൽ സൈൻഡ്, പോസിറ്റീവ് നമ്പർ മാത്രം മതിയെങ്കിൽ അതാണ് അൺസൈൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് കൺവേർഷൻസ് ആണ്. ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയും. There are 2 type of conversions, ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. ഇംപ്ലിസിറ്റ് പറഞ്ഞാൽ എന്താ? സിസ്റ്റം ഓട്ടോമാറ്റിക് ആയി ചെയ്യും. 5/2 7/2. 7 ഇൻറ്റീജർ ആണ്, 2 ഇൻറ്റീജർ ആണ്, ആൻസർ ഇൻറ്റീജർ ആണ്. 7.0 1 ഫ്ലോട്ട് ആയാൽ ഉത്തരം ഫ്ലോട്ട് ആവും. ഇത് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയി ചെയ്യുന്നതാണ്. ഇതിനെ പറയുന്ന പേരാണ് ടൈപ്പ് കൺവേർഷൻ എന്നും അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയും. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇന്ന് മറ്റൊരു രൂപമാണ് എക്സ്പ്ലിസിറ്റ്. ഡൺ ബൈ യൂസർ ആണ്, പ്രോഗ്രാമറാണ് ചെയ്യുക. ഞാനിവിടെ എക്സ്ട്രാ സാധനം കൊടുക്കും. എക്സ്ട്രാ ഉത്തരം ഏത് രൂപത്തിൽ വരണം അത് നമ്മൾ ഡിസൈഡ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ്.
മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീറൈറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. റീറൈറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കണ്ടീഷൻ പ്ലേസ് ചെയ്യാം. n1 ഗ്രേറ്റർ ദാൻ n2 ആണെങ്കിൽ n1 നേരെ ബിഗിലേക്ക് പോവും, ബിഗ് ഈക്വൽ ടു n1. അതല്ല എങ്കിൽ എൽസ് ബിഗ് ഈക്വൽ ടു n2. അവിടെ തീർന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ ഈ രൂപത്തിലേക്ക് മാറ്റാൻ ചോദിക്കും, കണ്ടീഷൻ ഓപ്പറേറ്ററിലേക്ക് മാറ്റാൻ ചോദിക്കും. സോ നെക്സ്റ്റ് വൺ. കണ്ടീഷൻ ഓപ്പറേറ്ററും LC ലാഡറും സ്വിച്ചും തമ്മിലുള്ള കമ്പാരിസൺ 4 പോയിന്റ്സുകൾ പഠിക്കണം, നിർബന്ധമാണ്. 4 പോയിന്റ്സ് ഏതൊക്കെയാ? LC ലാഡറിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്, സ്വിച്ചും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, LC ലാഡറിൽ ഏത് വാല്യൂസും പറ്റും, ഇൻറ്റീജറും ക്യാരക്ടറും ഫ്ലോട്ടും എല്ലാം പറ്റും. ഇതിൽ ഇൻറ്റീജറും ക്യാരക്ടറും മാത്രമേ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, LC ലാഡറിൽ ഏത് ടൈപ്പ് റേഞ്ച് വാല്യൂസും പറ്റും, അതുപോലെ ഏത് ഓപ്പറേറ്റേഴ്സും പറ്റും, റിലേഷണലും ലോജിക്കലും പറ്റും. ഇവിടെ ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ പോസിബിൾ ആവുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, ലാസ്റ്റ് വാക്ക് ഡീഫോൾട്ട് എന്നുള്ള വാക്കാണ് സ്വിച്ചിലെങ്കിൽ LC ലാഡറിൽ എൽസ് ബ്ലോക്ക് ആണ് ലാസ്റ്റ് എലമെന്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഈ ഒരു പ്രോഗ്രാമിനെ സ്വിച്ചിലേക്ക് മാറ്റാൻ ചോദിക്കും. LC ലാഡറും സ്വിച്ചും തമ്മിലുള്ള കമ്പാരിസൺ യെസ് അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാൻ ഇക്വാലിറ്റിയുള്ള എലമെന്റിനെ മാത്രമാണ് സ്വിച്ചിലേക്ക് മാറ്റാൻ ചോദിക്കാം. സോ നെക്സ്റ്റ് വൺ, എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും നമ്മുടെ വ്യത്യാസം ആ വാക്കിൽ തന്നെ ഉണ്ട്. എൻട്രി കയറുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡിയാണ്. ഇവിടെ കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബോഡിയാണ്. ഇവിടെ നിർബന്ധമില്ല വർക്ക് ചെയ്യും എന്നുള്ളത്, എൻട്രിയിൽ നിർബന്ധമില്ല. നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഇവിടെ എന്താ? ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ആണ്. ഇവിടെ ലാസ്റ്റ് പോയിന്റ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പുമാണ് എക്സാമ്പിൾ. ഇവിടെ ആരാം? ഡു വൈൽ ലൂപ്പാണ്. തീർന്നു. മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ഫോളോയിങ് C++ കോഡ്. ഇങ്ങനെ ഒരു കോഡ് തന്നിട്ട് ഇതിലുള്ള എലമെന്റ്സുകൾ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തെ എലമെന്റ് ആണ് കണ്ടീഷൻ, ഇതാണ് ബോഡി, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദിസ് വൺ ഈസ് അപ്ഡേഷൻ. സെറ്റ് ആണ്. ലാസ്റ്റ് വൺ ഈസ് ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ. ബ്രേക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ക്ലാസ് ഒരു അല്ലെ നമ്മൾ ബ്രേക്ക് തന്ന അവിടെ എക്സിറ്റ് ആയി 1 മുതൽ 10 വരെയുള്ള ലൂപ്പ് ചെയ്ത അവിടെ 5 എത്തുമ്പോൾ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇതിന് ആൻസർ എന്താ വരിക? 1 2 3 4. 5 എത്തുമ്പോൾ ബ്രേക്ക് ആയി. എന്നാൽ ഇവിടെ 5 എത്തുമ്പോൾ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂവിന്റെ മെയിൻ വേർഡ് സ്കിപ്പാണ്. അന്നേരം 5 സ്കിപ്പാവും. 1 2 3 4 6 7 8 9 10 ഇത്രയും എലമെന്റ്സ് പഠിച്ചിരിക്കാം ചാപ്റ്റർ 1 എന്ന്. ചാപ്റ്റർ 2ലേക്ക് പോകുമ്പോൾ അറയാണ്. ചാപ്റ്റർ 2 അറയിൽ വളരെ സിമ്പിൾ ആണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്യാനുള്ളൂ. നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് എൻ അറേ? അറേന്റെ ഡെഫിനിഷൻ ആണ്. അറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ എലമെന്റ്സ് ആണ്. റെഫറൻസ് ആൻഡ് സിംഗിൾ നെയിം. പോയിന്റ് പഠിക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം. സിമ്പിൾ ആയിട്ട് ഒരു ഫോർ ലൂപ്പ് ഇല്ലാതെ പ്രോഗ്രാം എഴുതാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് ഏത് എലമെന്റ്സ് തന്നാലും ആദ്യത്തെ എലമെന്റ് ആണ് 0ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇൻഡെക്സ്. 0 1 2 3 4 അങ്ങനെ എഴുതി നോക്കാം. A(1) ഇതാണ് എലമെന്റ്, 4 ആണ്. പ്ലസ് A(3) 9 ആണ്. 4 + 9 13. റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിന്റെ വീണ്ടും 0 1 2 3 4. Score of 4 based on the following declaration. എന്താണ് score of 4? Answer is 25 ആണ്. Which of the following is correct declaration? ഏതാടാ? അറേ ഡിക്ലറേഷൻ ആണ്. ഇൻഡ് എന്നുള്ള സാധനം, ഇൻഡ് അറേ ഓഫ് 10 ഇതാണ് കറക്റ്റ് മെത്തേഡ്. ഇൻഡ് അറേ ഇത് റോങ് ആണ്. അറേ എന്ന് പറഞ്ഞ സാധനം ഇല്ല, ആദ്യം ഡാറ്റ ടൈപ്പ് ചെയ്യണം. ലാസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ലാസ്റ്റ് എലമെന്റ് ഓഫ് എൻ അറേ? 9 എലമെന്റ്സ് ഉള്ള അറേയിൽ അവസാനത്തെ ഇൻഡെക്സ് എവിടെ പോകും? 8ൽ പോകും. യെസ്. സോ മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് നോ സ്മോക്കിംഗ്. യെസ്. ഡിഫൈൻ എ സ്ട്രിംഗ്. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോട്ട്സ് ഇടണം. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫോളോയിങ് സ്റ്റോറിംഗ് ദ നോ സ്മോക്കിംഗ് യൂസിങ് എ ക്യാരക്ടർ വിത്ത് നെയിം ARR. സോ കെയർ ARR എന്ന് എഴുതാം. ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം. എന്ത്? മിനിമം സൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ സൈസ് കൊടുക്കാതെ നിൽക്കാം. നോ സ്മോക്കിംഗ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ്. മെമ്മറി ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വരും. ഇതിന്റെ പ്രത്യേകത നെയിം ഓഫ് 10 എന്ന് പറയുമ്പോൾ കറക്റ്റ് 10 ബോക്സ് ക്രിയേറ്റ് ചെയ്യും. 10 ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ആ 10 ബോക്സിൽ ടോമിനെ പ്ലേസ് ചെയ്യും. ടോമിനെ പ്ലേസ് ചെയ്യുമ്പോൾ TOM നൽ ക്യാരക്ടർ ഉണ്ടാവും. റിമൈൻ
6 ബോക്സസ് ഫ്രീ ആണ്, എം ടി ആണ്, ഒരു പണിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ നെയിം ഓഫ് കള്ളിക്കാലിയാക്കി തന്നാൽ അവിടെ കറക്റ്റ് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുക, ടോം നൽ ക്യാരക്ടർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, my name is a variable containing string ആണ്. write two different C++ statement to display the string. string ഡിസ്പ്ലേ ചെയ്യണം. my name എന്നാണ് ഒന്നാമത്തെ മെത്തേഡ്, C out my name. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ചാപ്റ്റർ 2 പഠിക്കുന്ന puts my name. മൂന്നാമത്തെ മെത്തേഡ് വേണമെങ്കിൽ അറിഞ്ഞിരിക്കാം, ചാപ്റ്റർ 3 പഠിക്കുന്ന C out ഡോട്ട് റൈറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. my underscore name കോമ അതിന്റെ സൈസ് എന്താണോ ആ സൈസ് കൊടുക്കാം. മൂവ് ചെയ്യാം. ചാപ്റ്റർ നമ്പർ 3 സെലക്ട് ചെയ്ത് 5-6 ക്വസ്റ്റ്യൻസ് മാത്രം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എ ബിഗ് പ്രോബ്ലം ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് സ്മാൾ സബ് പ്രോബ്ലം. ഓരോ സബ് പ്രോബ്ലത്തിനെയും പറയുന്ന പേരാണ് മൊഡ്യൂൾസ്. ഈച്ച് സബ് പ്രോബ്ലം ഈസ് കോൾഡ് മൊഡ്യൂൾസ്. അല്ല, അവിടെ 4 മെറിറ്റ്സുകൾ ഉണ്ട്. റെഡ്യൂസ് ദ പ്രോഗ്രാം സൈസ്, റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി, റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് എറർ ആൻഡ് റീയൂസബിൾ. അവിടെ തീർന്നു. മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ strcmp ഐയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. strcmp എന്താ? സ്ട്രിംഗ് കമ്പാരിസൺ ആണ്. ഇതെന്താ? strcmp I കമ്പാരിസൺ ബൈ ഇഗ്നോർ ദ കേസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും -1 0 1 റിട്ടേൺ തരും, ഇതും -1 0 1 തന്നെ റിട്ടേൺ ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ASCII ആണ്. ഇഗ്നോർ ദ കേസ് ആണ്. ബൈ ഇഗ്നോർ ദ കേസ്. ഇഗ്നോർ ദ കേസ് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എന്നുള്ള കാറ്റഗറി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഡിസ്കഷൻ ആണ്. അതേപോലെ നിർബന്ധമായിട്ടും ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കണം. strcmp ഓഫ് ഒരു ക്യാപിറ്റൽ ABC എഴുതാം. ക്യാപിറ്റൽ ABCയും സ്മോൾ ലെറ്റർ ABCയും തമ്മിലുള്ള കമ്പാരിസൺ. ക്യാപിറ്റൽ എൻ്റെ ASCII വാല്യൂ 65 ആണ്. സ്മോൾ ലെറ്റർ എൻ്റെ ASCII വാല്യൂ 97 ആണ്. 65 നിന്നും 97 മൈനസ് ചെയ്താൽ ആൻസർ ഈസ് -1. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ C ഔട്ട് strcmp I എന്നുള്ള പ്ലേസ് ചെയ്തിട്ട് അവിടെ ABC അതേപോലെ സ്മോൾ ലെറ്റർ ABC കൊടുത്താൽ രണ്ടും ഇഗ്നോർ ചെയ്യുക. ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ഡിഫറെൻ്റ് ആയിട്ട് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ആ വേർതിരിവില്ല എങ്കിൽ രണ്ടും സെയിം ആണ്. ആൻസർ ഈസ് 0. മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, സിൻടാക്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. എങ്ങനെയാണ് ഫംഗ്ഷൻ ഉണ്ടാക്കാം? ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഡാറ്റ ടൈപ്പ് ചെയ്താം, ഫംഗ്ഷന്റെ പേര് എഴുതാം, ആർഗ്യുമെന്റ് എഴുതാം, എഴുതേണ്ടതെല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാം. ദിസ് ഈസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, എന്താണ് പാരാമീറ്റർ? ഞാനൊരു വാല്യൂ പാസ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് പാരാമീറ്റർ. 2 ടൈപ്പ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആക്ച്വൽ പാരാമീറ്റർ ഉണ്ട്, ഫോർമൽ പാരാമീറ്റർ ഉണ്ട്. എന്താണ് ആക്ച്വൽ പാരാമീറ്റർ? വേരിയബിൾ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആണ്. യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ കോളിംഗ്. ഫംഗ്ഷൻ കോളിംഗിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ, കോൺസ്റ്റന്റ്, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ പേരാണ് ആക്ച്വൽ പാരാമീറ്റർ. എന്നാൽ വേരിയബിൾ യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോഴുള്ള ഫംഗ്ഷന്റെ ഡെഫിനിഷനിലുള്ള വേരിയബിൾ എന്ന് പറഞ്ഞ പേരാണ് ഫോർമൽ പാരാമീറ്റർ. നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ സാധനം ഫംഗ്ഷന് പറ്റില്ല ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യലാണ്. ആരോട് ഷെയർ ചെയ്യലാണ്? കമ്പൈലറിനോട് ഷെയർ ചെയ്യലാണ്. അല്ല, ഇറ്റ് ഗിവ്സ് എ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫംഗ്ഷൻ ടു ദി കമ്പൈലർ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് 4 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. ഏതൊക്കെ 4 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ? ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. 4 കാര്യങ്ങൾ നോക്കാം. എന്താ? ഫസ്റ്റ് വൺ, ഒരു ഫംഗ്ഷന്റെ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് ഏതാണ്? ഡിസ്പ്ലേ ആക്സെപ്റ്റ് 1 ആർഗ്യുമെന്റ് ഓഫ് ടൈപ്പ് ഡബിൾ. ഒരു ഡബിൾ റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡബിൾ എന്നുള്ള പ്ലേസ് ചെയ്യാം. ഡബിൾ അവിടെ തീർന്നു. എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ഡസ് നോട്ട് റിട്ടേൺ എനിത്തിങ്. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ, ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ ആണ്. ടോട്ടൽ ആക്സെപ്റ്റ് 2 ആർഗ്യുമെന്റ് ഓഫ് ടൈപ്പ് ഇൻറ്റും വേണം, ഫ്ലോട്ടും വേണം. ഇൻറ്റ് കോമ ഫ്ലോട്ട്സ്, ഇൻറ്റ് കോമ ഫ്ലോട്ട്സ് റെസ്പെക്റ്റീവ്ലി, ആൻഡ് റിട്ടേൺ എ ഫ്ലോട്ട്സ്. മുമ്പിൽ കൊടുക്കുന്ന സാധനം ഫ്ലോട്ടാണ്. അതേപോലെ മറ്റൊരു രൂപമാണ് ഇൻറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഇൻറ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റി ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ, ദ ഫംഗ്ഷൻ നെയിം ഈസ് കോൾഡ് സം. ഇറ്റ് ടേക്സ് 2 ആർഗ്യുമെന്റ്സ് ഓഫ് ഇന്റിജർ ടൈപ്പ് ആൻഡ് ഇറ്റ് റിട്ടേൺ ആൻ ഇന്റിജർ. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് അല്ലെ 3 മാർക്കിന് മാർച്ച് 2026 ചോദിച്ച ചോദ്യമാണ്. അതുപോലെ ഓണത്തിന് പ്രതീക്ഷയോ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. മൂവ് ചെയ്യാം. ലാസ്റ്റ് ചാപ്റ്റർ വെബ് ടെക്നോളജിയുടെ പോരാട്ടമാണ്. വെബ് ടെക്നോളജിയുടെ പോരാട്ടത്തിൽ എന്തൊക്കെ പഠിക്കാനുള്ളത്? നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് വെബ്സൈറ്റ് ആണ്. 4 പോയിന്റ്സ് പഠിക്കാം. അതേപോലെ നെക്സ്റ്റ് വൺ ഈസ് ക്ലൈന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വേഴ്സസ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റിംഗ് റിമൈൻ ഇൻ ബ്രൗസറിലാണ്, മറ്റത് സെർവറിലാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസറിലാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലാണ്. നെവർ യൂസ് അല്ലെ നമ്മൾ
ഈസി ടു ഡെവലപ്പ് അല്ല മറ്റൊരു പോയിന്റ്. യെസ്, വാലിഡേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. കണക്ട് ടു ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺ റിസൾട്ട് ആണ്. ലാസ്റ്റ് വൺ ഈസ് യൂസർ ക്യാൻ ബ്ലോക്ക്. മറ്റെന്താ, cannot be blocked by user. മൂന്നാമത്തെ പോയിന്റ് ബോഡിയുടെ ആട്രിബ്യൂട്ട്സ്. ബോഡിയുടെ ആട്രിബ്യൂട്ട്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡിയുടെ ആട്രിബ്യൂട്ട്സ് ഒന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ് BG കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. രണ്ടാമത് എഴുത്തിന്റെ കളർ മാറ്റണമെങ്കിൽ ടെക്സ്റ്റ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്. തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ ലോകം അംഗീകരിച്ച കളറാണ് ബ്ലൂ കളർ. ആക്റ്റീവ് ലിങ്ക്, ആക്റ്റീവായി കിടക്കുന്നതിന്റെ ലിങ്കിന്റെ കളർ ഗ്രീൻ ആണ്. വി ലിങ്ക്, വിസിറ്റർ ലിങ്ക്, അതിന്റെ കളർ പർപ്പിൾ ആണ്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിലൂടെ ബോഡിയിലൂടെ ചേഞ്ച് ചെയ്യാം. 2 മാർജിൻ, ലെഫ്റ്റ് മാർജിൻ ഉണ്ട്, അതുപോലെ ടോപ്പ് മാർജിൻ ഉണ്ട്. അവിടെ ആ സെക്ഷൻ പൂർണ്ണമായി. യെസ്, മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക് സ്ട്രക്ചർ ഓഫ് HTML. HTML സ്ട്രക്ചർ എന്താ? HTML വേണം, ഹെഡ് വേണം, ടൈറ്റിൽ വേണം, ബോഡി വേണം. യെസ്, അത് ഇതെന്റെ സാധനം. അതുപോലെ ഇതാ HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി. ബോഡി ക്ലോസ്, HTML ക്ലോസ്. നോർമൽ സ്ട്രക്ചർ 4 എലമെന്റ്സ് ഉണ്ടാവും. വാട്ട് ആർ ദ 2 മേജർ സെക്ഷൻസ് ഓഫ് HTML ഡോക്യുമെന്റ്? 2 പാർട്ടാണ് HTML സംബന്ധിച്ചുള്ളത്. 2 സെക്ഷൻ. ഒന്നാമത്തെ സെക്ഷൻ ആണ് ഹെഡ് സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷൻ ആണ് ബോഡി സെക്ഷൻ. ലിസ്റ്റ് എനി 2 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഈ ഒരു സ്ലൈഡിൽ ഏത് രീതിയിലും 5 മാർക്കിനാവാം. 5 മാർക്കിന് സ്പ്ലിറ്റ് അപ്പ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാം. സാധാരണ HTML 5 മാർക്കിന് സ്പ്ലിറ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരാറുള്ളത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് 12 ഉണ്ട്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക്. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ്. അതേപോലെ ക്യൂ ഉണ്ട്, ബ്ലോക്ക് കോട്ട് ഉണ്ട്, ബ്ലോക്ക് കോട്ട്സ്. അതുപോലെ ബിഗ് ഉണ്ട്, വലുതാക്കാൻ ബിഗ്, ചെറുതാക്കാൻ സ്മോള്, കട്ടിയിൽ വരാൻ സ്ട്രോങ്. അതുപോലെ എംഫസിസ്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഓർത്ത് വെച്ചോ. H2O, A² + B³ ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരിക. താഴോട്ട് ചെയ്താണെങ്കിൽ സബ്ബാണ് H2O. അപ്പൊ H സബ് 2 സബ് ക്ലോസ് O, A² + B³ എങ്ങനെ ഇതാ A സൂപ്പ് 2 സൂപ്പ് ക്ലോസ്. ആ രീതിയിലാണ് മുകളിലോട്ട് എഴുതേണ്ടത്. മാർക്യൂ എന്തിനാ? മാർക്യൂ എന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്യാനാണ്. ഒരു എക്സാമ്പിൾ എഴുതി വൈൻഡപ്പ് ചെയ്യാം. മാർക്യൂ റൈറ്റിലേക്ക് പോകണമെങ്കിൽ ഡയറക്ഷൻ ഈക്വൽ ടു റൈറ്റ് എന്ന് എഴുതും. സ്പീഡിൽ പോകണമെങ്കിൽ സ്ക്രോൾ എമൗണ്ട് എന്നാ കൊടുക്കാം. സ്ക്രോൾ എമൗണ്ട് ഈക്വൽ ടു ഒരു 100 അല്ലെങ്കിൽ 100 10 എന്തെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യും. ഒരു ബോക്സിൽ പോകണമെങ്കിൽ, ഒരു ബോക്സ് സെറ്റ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് വേണം. ഹൈറ്റ് ഈക്വൽ ടു ഒരു 100 പിക്സൽ. വിഡ്ത്ത് വേണം. വിഡ്ത്ത് ഈക്വൽ ടു ഒരു 50 അല്ലെങ്കിൽ 100 പിക്സൽ. കളർ കൊടുക്കണം. BG കളർ ഈക്വൽ ടു എന്തെങ്കിലും യെല്ലോ. യെസ്, അടുത്ത വേണ്ടത് എത്ര തവണ പോകണം? ലൂപ്പ് ഈക്വൽ ടു 10. ഈ ഒരൊറ്റ എക്സാമ്പിളിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും കയറി. എജുപോർട്ട് എഴുതി എജുപോർട്ട് ക്ലോസ് ചെയ്യാം. ഞാൻ എൻ്റെ ഉദ്ദേശം ഈ ഒരൊറ്റ എക്സാമ്പിളിലൂടെ എല്ലാ ആട്രിബ്യൂട്ട്സും അവിടെ കയറി. അതുപോലെ ഫോണ്ട് എന്ന സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാനാണ് ലാസ്റ്റ് സെക്ഷൻ. ഫോണ്ട് കളർ മാറ്റണമെങ്കിൽ കളർ ഈസ് ഈക്വൽ ടു റെഡ് എന്ന് കൊടുക്കാം. അതേപോലെ സൈസ് കൂട്ടണമെങ്കിൽ സൈസ് ഈക്വൽ 50 എന്ന് കൊടുക്കാം. ഹായ്, യെസ്, ഫോണ്ട് ക്ലോസ്, എൻഡ് ഓഫ് ദ സെക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. കൂടിക്കോ, സെറ്റാക്കി നമുക്ക് പഠിക്കാം. ടീം എജുപോർട്ടിന്റെ കൂടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകളുണ്ട്. എല്ലാം സെറ്റാക്കാം. സെറ്റല്ലടാ.